വർത്താനം പറയാൻ നിൽക്കണ്ട. പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ, ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. വെറുതെ ഓടിയതുപോലെയല്ലേ? അല്ല, അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് എന്താണ് ഇന്നിപ്പോൾ പറയുക, എന്താണ് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ കിട്ടി. അത് ഈ ആഫ്റ്റർ വർക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന പോലെ തന്നെ ആഫ്റ്റർ വർക്ക് പേയ്മെൻറ്റ് ക്ലിയറൻസ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാം എന്നുള്ളതാണ്. അപ്പോൾ പേയ്മെൻറ്റ് സാധാരണ രീതിയിൽ നമ്മൾ ലോഡ് എടുക്കുമ്പോൾ ആദ്യം അഡ്വാൻസ് വീഴും. അത് കഴിഞ്ഞ് റിട്ടേൺ ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ അഡ്വാൻസ് ടോട്ടൽ പേയ്മെൻറ്റിൽ നിന്ന് കുറയ്ക്കുകയാണോ അതോ ടോട്ടൽ പേയ്മെന്റ് എന്ന് കുറയ്ക്കുന്നതാണ്? ടോട്ടൽ പേയ്മെന്റ് ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ചിലർ പെർസെൻറ്റേജ് ഉണ്ട്, ചിലർ ബാറ്റ അതിപ്പം ലോഡിനെ ആസ്പദമാക്കി റേറ്റ് കൊടുക്കുന്നവരുണ്ട്, ചിലർ കിലോമീറ്ററിന് കൊടുക്കുന്നവരുണ്ട്, ചിലർ ഫിക്സഡ് റേറ്റ് ഉണ്ട്. അപ്പം നമ്മളെടുത്തത് ഫിക്സഡ് റേറ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് വാപ്പി വരെ പോയിട്ട് തിരിച്ചു വരുന്നത് ഇത്ര എമൗണ്ട് ഓൾറെഡി ഫിക്സഡ് ആണ്. ആ റേറ്റിനാണ് നമ്മൾ പോയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് എടുത്ത് വാപ്പി ചെല്ലുമ്പം ഒരു സൈഡ് കംപ്ലീറ്റ് ആയി തിരിച്ച് റിട്ടേൺ എവിടെയാണോ നമ്മൾ പോയത് ആ ഒരു പോയിന്റിലോട്ട് എത്തുമ്പം ആ ഒരു സർക്കിൾ ക്ലോസ് ആവും. അങ്ങനെയാണ് നമ്മുടെ പേയ്മെന്റ് സാധാരണ ഇതിന് വരുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തരും. അപ്പം ഇത് രണ്ടും കഴിഞ്ഞ് ഇനി ഇടയ്ക്ക് അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പൈസകൾ എന്തെങ്കിലും ആവശ്യം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ച് നമുക്ക് പോലീസുകാരുടെ സീൻ ഉണ്ടായി, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവർ തരും. പിന്നെ വഴിനീളെ ഓരോരുത്തന്മാർക്കും കൈക്കൂലി കൊടുക്കാറുണ്ട്. അതല്ല ഇതിനകത്ത് നിന്ന് വേണം നമ്മൾ അഡ്വാൻസിൽ നിന്ന് എടുത്ത് കൊടുക്കണം. പിന്നെ അല്ല, അതെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ ടോട്ടൽ ട്രിപ്പ് എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 20,000 രൂപയാണെന്ന് പ്രതീക്ഷിക്കുക. അതിന്റെ എത്ര ശതമാനം വരെ അഡ്വാൻസ് വരും? അതിന്റെ ഒരു 30% വരെ നമുക്ക് അഡ്വാൻസ് തരുന്നവരുണ്ട്. അതായത് 20,000-ന്റെ 30%. 6,000 രൂപ വരും, 6,000 7,000. അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ചാണ്. ഓക്കെ. ഡീസൽ ഓൾറെഡി ഓണർ സൈഡിൽ നിന്നാണ് നമ്മൾ ഡീസൽ കാർഡ് വെച്ചിട്ട് ഇന്ത്യൻ ഓയിലിന്റെ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡീസൽ സർക്കിളിന് ക്ലിയർ ആയിട്ട് വരുന്നത്, ബാലൻസ് എമൗണ്ട് കിട്ടുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അടുത്ത ട്രിപ്പിൽ കയറി ഇങ്ങനെ റോൾ ചെയ്ത് വരും. പക്ഷേ നമുക്കങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുള്ളൂ. അത് ഇപ്പം ഞാനെന്നല്ല, ഒരു ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം 4-5 ദിവസത്തിനുള്ളിലാണ് എമൗണ്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ലാഗ് വരും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടർ ഓണർക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഈ എമൗണ്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ആ ഒരു ഇതുണ്ട് നമുക്കിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ പൈസ കുറച്ച് വരാനുണ്ട്. അതാണ് നമ്മൾ ആ പ്രശ്നം ഉണ്ടായതിൻ്റെ കാരണം. ഒക്കെ വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാം കഴിയുമ്പം തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ചെറിയ എമൗണ്ട് അല്ല നമുക്ക് ബാലൻസ് വരുന്നത്. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ മാസത്തിൽ ക്ലിയർ ചെയ്ത് മേടിക്കുന്നവരുണ്ട്, 2-3 ട്രിപ്പിന് ക്ലോസ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ഇപ്പം ഞാൻ പറയാം, 10 വണ്ടി ഉള്ള ഓണർ ഉണ്ട്, അതായത് 3 വണ്ടി 2 വണ്ടി 5 വണ്ടി അങ്ങനെയുള്ളവർക്കാണ് ഈ പേയ്മെന്റ് റോൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രശ്നം വരുന്നത്. ഇവർക്ക് ഈ ട്രാൻസ്പോർട്ടുകാർ പൈസ വരുന്നത്, അതായത് ബ്രോക്കർ കൺസൈൻ്റെ ബ്രോക്കർ ആരാണോ അവർ പേയ്മെന്റ് ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഈ വണ്ടി ഓണർമാരുടെ പൈസ വരുള്ളൂ. ഇപ്പം ഒരിക്കലും ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഓണർമാർ മനഃപൂർവ്വം ഡ്രൈവർക്ക് പൈസ കൊടുക്കാതിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്, പേയ്മെന്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, നമ്മൾ അതിന്റെ പേര് പറയുന്നില്ല, എന്താണെന്നുണ്ടെങ്കിലും മാർച്ചിൽ അത് വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അതാണല്ലോ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം. നമ്മൾ ഡ്രൈവർമാരെ സേഫ് ആക്കണം, ഓണർമാരെ സേഫ് ആക്കണം, ട്രാൻസ്പോർട്ടുകാരെ സേഫ് ആക്കണം. ഈ ഡ്രൈവർമാരുടെ മൊത്തം റെസ്പോൺസിബിലിറ്റിയും നമ്മുടെയാണ്. അവർക്ക് കിട്ടേണ്ട പേയ്മെന്റ്, അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട ബേസിക് ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മുടെ ആപ്പിൽ ഇവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓണേഴ്സിന് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്? ഓണേഴ്സ് അല്ലെങ്കിൽ ഏജൻസിന് ഓണേഴ്സിന്റെ കാര്യം വരുമ്പോൾ ഓണേഴ്സിനോ ഇതിനകത്ത് നിന്ന് തന്നെ ലോഡും കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്തൊരു ഇഷ്യൂ വന്ന് റൂട്ട് മാപ്പ് ചെയ്യാം, ഡ്രൈവറെ പക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആപ്പിനകത്തൂടെ കറക്റ്റ് ഡ്രൈവറുടെ ലൊക്കേഷൻ, ഡ്രൈവർ എവിടെ നിർത്തുന്നു, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് സ്റ്റാർ വാല്യൂ റേറ്റിംഗ് കൊടുക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരെ 3 പേരെ ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുക. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അവതരിപ്പിക്കുക, അത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നാണ്. പക്ഷേ നമുക്ക് പ്രോമിസിങ് ആണ്, ഡ്രൈവേഴ്സിന് പ്രോമിസിങ് ആണ്. ഇവരുടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഈ ഡോക്ടർ, കളക്ടർ, കളക്ടർ കേട്ടോ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ള പ്രൊഫഷണൽ ജോബ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ്. അതുപോലെ തന്നെ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ജോബ് എന്ന കാറ്റഗറി വന്നിരണം. ഒരു ചില്ലറ പരിപാടിയല്ല. അതായത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതില് ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കൂടെ ആളുടെ കയ്യിലിരിക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ 14-15 ദിവസത്തെ റിമാൻഡിങ് ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ വീഡിയോസിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊഫഷന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല,
അതിന്റെ നല്ല ഗുണങ്ങളും അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും എങ്കിൽ മാത്രമേ അതിന്റെ ശരിക്കുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ആമുഖം വായിച്ചിട്ട് അതിന് വിലയിരുത്താൻ പറ്റില്ല. ഓക്കെ, ആ ബസ്സില് 3 പേര് നിൽക്കാൻ പോലും കഴിവില്ലാണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് അതാ പറഞ്ഞ താഴെ പോയത്, അതാ അതിലേക്ക് വന്നത്. അതായത് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പോലും നിവൃത്തിയില്ലാണ്ട് ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഈ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ, അല്ലെങ്കിൽ ലോഡ് അവിടെ നിന്ന് കയറ്റുന്ന വണ്ടികൾ, അങ്ങനെയുള്ള ഫാക്ടറികളിൽ പോകുമ്പോൾ, അത് പ്രൊഡക്ഷൻ ഹൗസസ് ആണ് ആക്ച്വലി, അതെല്ലാം ഫാക്ടറീസ് ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്, സെപ്പറേറ്റ് ടോയ്ലറ്റ്സാണ്. അത് ഒരിക്കലും അവർ ചിന്തിക്കത്തില്ല ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യും എന്നുള്ളത്. തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞു ഡ്രൈവറായ പോലും മടുത്ത് എങ്ങനെയാലും ഇതൊന്ന് തീർത്തു പോയാൽ എന്നെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കില്ലട്ടെ, ഇതൊക്കെ കട്ടിയതുണ്ടാക്കണമെങ്കിൽ എനിക്കാണ് പാട്. അതെ, എന്താണ് ഇവൻ ഇവിടെ നിന്ന് നേരെ ബോംബെക്ക് പോവാണ്. ആ വണ്ടി ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള വണ്ടി അവിടെ നിന്ന് എടുത്ത് ബോംബെയിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണം. ഞാൻ നേരെ എറണാകുളത്തോട്ടും വരികയാണ്, അതായത് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ 2 പേരും ഒരുമിച്ച് നിങ്ങളുടെ ഫ്രണ്ടിലെത്തും. ഓക്കെ, ബൈ.